ഞമ്മത്തിന് ഒരു മിനിറ്റല്ലോ, ഒന്നല്ല 2 മിനിറ്റിന് ഞങ്ങൾ പാസ്സായത്. അല്ല 2 മിനിറ്റ് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഈ ഇൻസിഡന്റ് ഞങ്ങൾ ഒഴിവായി. ഞങ്ങളുടെ മഴ വന്ന കൊണ്ട് അവിടെ സൈഡ് ആക്കി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ചങ്ങായിമാരെല്ലാവരും ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് ഇന്നലെ പോകാനുണ്ടായ മടിക്കരി ട്രിപ്പ് പിറ്റേന്ന് രാവിലെ റാണിപുരത്തേക്കായി മാറി. അങ്ങനെ രാവിലെ പോകാനുണ്ടായിരുന്ന ട്രിപ്പ് ഇപ്പോൾ രാവിലെ 5 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്തതാണ്. രാവിലെ 5 മണിക്ക് ഞാൻ ഒരുത്തനെ വിളിച്ച് നമുക്ക് പോകാം. അപ്പോൾ പറഞ്ഞ് മഴ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു മഴ വരുന്നില്ല. ആ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കസിൻ എന്നെ വിളിക്കുന്നത്, നീ ഒരാളുടെ 45 മിനിറ്റ് ആയല്ലോ ഫോണിൽ നിന്നിട്ട്, നീ എന്താക്കുന്ന ഉറങ്ങുന്നതാണ്. ഞാൻ ഉറങ്ങിയിട്ട് ബാക്കി ഓനും ഉറങ്ങി. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് 45 മിനിറ്റ് ആയി. അങ്ങനെ കാലത്തെ പോകുന്നതും ക്യാൻസലായി. അതിനെ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ ഒരു 4-5 ആൾക്കാരുണ്ട്. ഇപ്പോൾ എവിടേക്കെങ്കിലും പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. എങ്ങോട്ടൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കാട്ടിൽ കാണുന്നില്ല, ഒരു ചങ്ങായിൻ്റെ വീട്ടിലുള്ളതാണ്, ഓനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. എങ്ങോട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എങ്ങോട്ടെങ്കിലും പോകണം. അതാ മിഥിലാജ് ഉണ്ട്. മിഥിലാജ് ഇങ്ങോട്ട് പറ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 45 മിനിറ്റ് ഫോണിൽ വെച്ചിട്ട് ഉറങ്ങി. ഞാനും ഉറങ്ങി, ഓനും ഉറങ്ങി. ഓന ഈ ചങ്ങായാണ് 45 മിനിറ്റ് ലൈനിൽ വെച്ചിട്ട് ഉറങ്ങിയത്. ഒരു സാമാന്യ ബോധം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഇല്ല. ആര് വെച്ചിട്ട് ഉറങ്ങിനെ? നീയല്ല ഉറങ്ങിയ? ഇപ്പൊ ഞാൻ ഉറങ്ങിനെ. ഞാൻ അവനോട് ചെല്ലി ബാറ പോയി. അപ്പൊ മഴ വരുന്നത്, പുറത്ത് മഴ വരുന്നേ ഇല്ല. എനിക്കാനുള്ള മടിയിലും മഴ വരുന്നേ. കാറ്റ് സംഭവം അത് മഴ വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പിന്നെ എന്താക്കാൻ അങ്ങനെ നീ വരാത്ത അല്ല, അത് മഴ ഞാൻ ഏകദേശം ഒരു തുണ്ടേ പറഞ്ഞു. അതെ ഗൈസ്, ഓന് ഉറക്ക് നനിക്കാൻ കഴിയാത്ത കൊണ്ടൊന്നുമല്ല, മഴ എന്നുള്ള ഒരു തോന്നലുള്ള കൊണ്ട് ഓന് നമ്മളെ കാലത്തെ ട്രിപ്പ് ക്യാൻസൽ ആക്കി. ഓൻ കാരണം മാത്രമാണ് രാവിലെ പോയത്. രാത്രി പോയത് പിന്നെ ഒരുത്തിന് കാരണം. ഞങ്ങളെല്ലാവരും ചങ്ങായിമാർ ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് ഇപ്പൊ പോകുന്നത്. ഈ വെയിലത്ത് പോകുന്നത്. ഈ ജാക്കറ്റ് നോക്കല് ഇന്നലെ രാത്രി ഇട്ടത്. ഇന്നലെ രാത്രി പോവാൻ തണുപ്പിന് പോകാൻ വേണ്ടി ഇട്ടത്. ഇപ്പൊ ഈ വെയിലത്ത് ഇടുന്ന അവസ്ഥ. ഇന്നലെ എന്ത് പോവാത്ത ആവശ്യമില്ല. ഇന്നലെ പോവാൻ സംഘിച്ചില്ല. ഇന്നലെ രാത്രി പോവാത്ത പറഞ്ഞു കൊടുക്ക്. ഇന്നലെ പോവാത്ത എന്തെന്ന് വെച്ചാലില്ലറാ, ഞാനും എന്റെ മറ്റേ കാസർഗോഡത്തെ ഫ്രണ്ടും പോയി എന്റെ വരിക്ക്. മറ്റേ ജാബിറന്റെ പേര് ജാബു ഞാൻ വിളിക്കുന്നത്. അവനെ പരിക്ക് പോയിട്ട് അവന്റെ പരില് ഞാൻ ഡ്രോപ്പ് ആക്കി. അവന്റെ പരിന്റെ മുറ്റത്ത് ഞാൻ നിന്ന് ഡോറടിച്ചിട്ടുള്ള കോം കേൾക്കുന്നു എന്റെ ഉപ്പാന്റെ. ഞാൻ നോക്കുന്നു, ഇത് എന്തുവാ ഇത്ര ചെക്കന് 10-32 വയസ്സായി. ഉപ്പ വിടുന്നില്ലല്ലോ പുറത്തേക്ക്. ഇപ്പൊ എന്താ പറഞ്ഞേ, വരിന്റെ പുറത്തൊക്കെ പോയി നിന്റെ കാള് തച്ചിട്ട് ഓടിക്കുമെന്ന്. ഞാൻ കുറെ നേരം അവിടെ വെയിറ്റ് ആക്കി ചെക്കന് നല്ലൊരു കോള് വരുന്നുണ്ട്. ആണ് കോൾ എടുത്തിട്ട് നോക്കുമ്പോൾ ഓൻ പറയുന്നത്, ഞാൻ വരാ, നീ ക്ലബിന്റെ അടുക്ക് പോയിട്ട് നിൽക്കും, ഞാൻ വരാം. അങ്ങനെ ഞാൻ കുറേ നേരം വെയിറ്റ് ആക്കുമ്പോൾ മെല്ലെ ചങ്ങ ഇറങ്ങി വരുന്നുണ്ട്. അതിന് പറയുന്നത്, സോറിടാ, നിങ്ങൾ വിട്ടോ, എൻ്റെ ഉപ്പ വിടുന്നില്ല. ഞാനാണ് ചിരിച്ചിട്ട് എന്ത് പിരാന്തറ. ഞാൻ ഓനവും കൂട്ടിക്കൊണ്ട് ഞാൻ വന്ന്. പിന്നെ ഇപ്പൊ 2 ആളുകൂടി ഉണ്ട്, ഓരോ കൂട്ടിക്കൊണ്ട് കാസർഗോഡ് പോകണം. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം. എങ്ങോട്ടൊന്നും പ്ലാനൊന്നും ഇല്ല, എങ്ങോട്ടെങ്കിലും പോയി എത്തണം, അത്രേ ഉള്ളൂ. നമ്മളെ ടീമെല്ലാം എത്തി. ഇതാര് ആളെ കുറിച്ച് പറയും. വിടാത്ത ചെക്കനിതാ 32 വയസ്സായകാരനെ ഇന്നലെ ബാപ്പ പറഞ്ഞിട്ട് പരിലെത്തിച്ച് ഞങ്ങളെ മടിക്കൽ ട്രിപ്പ് ക്യാൻസൽ ആവാൻ ഒരേ വിടുന്നില്ലറാ. ഉപ്പ് വിടുന്നില്ലറാ എന്നെ. ഉപ്പ് വിടുന്നില്ല. കാണാനേ നോക്ക് ഗുണ്ടന്റെ ലുക്ക്. അതാ കരയാൻ തുടങ്ങിയത്. എടുത്തുള്ളു. മതി, വെച്ചോ വാ. ആൾക്കാർ പോയി, ഓണറിൽ പോയി. ഓണയാ വേണ്ടി ചുറ്റു സാധനോ ഇല്ല. ഓണായിട്ടതാ. ഇതെന്ത് ഗിയറാ സ്റ്റാർട്ട് ആക്കുന്നത്? സ്റ്റാൻഡ് എടുക്ക് ഫസ്റ്റ്. ഈ ചങ്ങായി ഒരു സ്റ്റാൻഡ് എടുക്കല്ല. നല്ല റേസ് ആക്കണ്ട, ഒരു പോക്ക് പോവും. ആരാ വേണ്ടില്ല പൊടിയാക്കട്ടെ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താ വേണ്ട, സ്റ്റാർട്ട് ആക്കണ്ട. 8 ആൾക്കാരുണ്ട്, 4 വണ്ടിയും ഉണ്ട്. അപ്പോ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. 1, 2, 3 ഒരു വണ്ടി അവിടെ എണ്ണ അടിച്ചു.
ഇപ്പൊ എങ്ങോട്ട് പോകുന്നില്ല, വണ്ടി എടുത്തിന് എങ്ങോട്ടെന്നുള്ളത് ചായ കുടിക്കാൻ പോയിട്ട് നമുക്കൊന്ന് നോക്കണം. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകുന്ന, എങ്ങോട്ട് ലക്ഷ്യമില്ലാത്ത യാത്ര. നമ്മൾ ചായ കുടിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തി. ഇപ്പുറത്ത് നോക്കല്ലോ, ഇവിടെ അല്ല, തൂക്കുപാലം വയ്യ. പിന്നെ പോവാം അങ്ങോട്ടേക്ക്. പിന്നെ ഞങ്ങള് ഉറപ്പിച്ച് ഞങ്ങളിപ്പോ എന്തായാലും ഇന്നലെ മടിക്കരി പോവാൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ തന്നെ പോവാല്ലേ? ഇത് തീറ്റ ഇതൊന്നും പിടിച്ചിട്ട് ഒരു സംഗതി ഇല്ല അല്ലേ? പക്ഷെ നല്ലതും കാട്ടി നിൽക്കുക. ഞാൻ ക്യാമറ ഓഫ് ആക്കി തീർക്കണ്ട. അപ്പൊ ഞങ്ങൾ മടിക്കേരി പോവാന്നുള്ള കാര്യം തീരുമാനിച്ച് ഇപ്പൊ ജാൽസൂർ അല്ല, ഇതേടെ പുത്തൂർ പോകുന്ന റോഡാണ് അങ്ങോട്ട്. അപ്പൊ ഇതിന്റെ ഇടയിലുണ്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഈ ലൊക്കേഷൻ ഒന്ന് നോക്കിയാലോ, ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ കുറെ നമുക്ക് ഏകദേശം നല്ലോണം പോവാണ്ട്. ശൈലമ്മ എങ്ങോട്ട് പോകുന്നേ? എങ്ങോട്ട് വന്ന് മടിക്കേരിയാ? മടിക്കേരിയാ? അല്ല, എനിക്കറിയാലോ. ജാബ് എങ്ങോട്ട് പോന്നെ? മടിക്കേരി പോവാ. ഇന്നലെ പോവാൻ കഴിഞ്ഞത് എന്തായാലും ഓൻ കാരണം ഇല്ലാണ്ടായി. ഇന്ന് ഓൻ എന്നാ അത് തീരുമാനിച്ചു നമ്മ പോവാന്ന്. വിടാ, നമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നല്ല, നമ്മ ചുറ്റാൻ പോകുന്നത്. നമുക്ക് ഫോട്ടോത്തിന്റെ ആവശ്യമില്ല, മനസ്സിലായല്ലോ അല്ലേ? തൂക്കുപാല നമുക്ക് താഴേക്ക് ഇറങ്ങണമെന്നുണ്ട്. മാത്രം പാലത്തിലല്ല, ചേർന്നെടുത്ത് തെറ്റിദ്ധരിക്കണ്ട. പാലത്തിൽ ആളെ കാണാതെ ആളുണ്ടായിരുന്നു. നല്ല ഒത്തുണ്ട്. വിളിക്കാനോ കിട്ടലേ? തമ്മി മിക്കുന്നില്ല, നീന്താ അറിയാലോ? മാറ്റി പെട്ടെന്ന് ആദ്യമായിട്ട് ഷൂട്ട് ആള് മൂടില്ലേ? സിഗ്മ യുഎസ് പോളോ. മോനെ അവിടെ കാണിക്കോ? അതിന്റെ തല നോക്കിയാ നേരെ എടുക്കുന്ന മടിക്കേരി വിടുന്നത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ മടിക്കേരി എത്തണം. ഇപ്പൊ രാത്രിയൊക്കെ ഒന്നും കാണാനൊന്നും ഉണ്ടാവും പറയാൻ പറ്റൂല. എന്തായാലും പോയി വരാം. ചെറിയ കണ്ടി എടുത്തങ്ങ, വലിയ കണ്ടി എടുക്കണ്ട. ചെറുത് മതിയോ? എല്ലാവർക്കും എത്തണം, മതി. കുറച്ചെടുത്തങ്ങായി സംസം വെള്ളം എടുക്കുന്ന ഇരിച്ചങ്ങായി കുറച്ച് ഇത്രയില്ല. ബൈ കിട്ടോ? ಸಾಕ ಸಾಕು. ಎಷ್ಟಾಗ ಆಯ್ತು. ಒಂದು ಆಳು ನಿಲ್ಕೊಂಡಲ್ಲ ಅಲ್ಲಿ ಮಿದ್ಲಾಜ. ആയി നമ്മളെ മിഥിലാജിന്റെ ഇവിടെ റെഡി ആയിക്കൊണ്ടിട്ടാ. മിഥിലാജിന്റെ സന്തോഷം നോക്കാം വീട്ടിൽ വരുന്നതിന്റെ ആ ചിരിയിലുണ്ടല്ലോ. ഇതാ മുപ്പത്തഞ്ച് വയസ്സിന്റെ കിടാവ് ഉപ്പാന്റെ ഇപ്പോഴും കിടാ 35 വയസ്സിന്റെ സിഗ്മാമേൻ 10 മണിയാകുമ്പോ ബർക്കത്തിനാ നീ ഇപ്പൊ ഇറങ്ങാല്ല. വീണോ വീണോ? ഒറ്റ കുടിക്കാൻ വേണ്ടി വേണ്ട, നീ ഒറ്റക്ക് കുടിക്കേ ഇല്ല മിഥിലാജ. നിക്കുന്നേരം എന്താ ആക്കുന്ന നീ? ഒരു നമ്മളെടുത്ത ബില്ല് മിഥിലാജ് കൊടുക്കുന്നുണ്ട് 240. മിഥിലാജ് ബില്ല് കൊടുത്തോണ്ട് മാത്രം ഇപ്പൊ നീ സ്പെക്കിന് അർഹത ഉണ്ട്. അവൽ മിൽക്കിലേക്ക് തുപ്പിനെങ്കു അവൽ മിൽക്കിലേക്ക് ഓനൊരു കണ്ടം കേട്ടിട്ട് അങ്ങനെ ആക്കിയത്. തോർത്ത്
പൈസ ഇട്ടില്ലേ മതി നിന്റെ 60 കഴിഞ്ഞ് മിഥിലാജ് പേ ആക്കി ആദ്യം ഷോക്ക് ആകണ്ട മിഥിലാജ് പേ ആക്കി പൈസ 240 ആദ്യമായിട്ട് കൊടുത്തല്ല സാലറി കിട്ടി വിടാല ആയിത്തേക്ക ബർത്തൻ ഓക്കെ ബൈ അപ്പൊ കേശം നമുക്ക് മടിക്കേരിക്ക് റീച്ച് ആവാൻ കുറച്ചേ ഉള്ളൂ ಈಗ ಮಡಿಕೇರಿಗೆ ಹೋಗ್ತದೆ ರಜೆ ಒಂದು ಟ್ರಿಪ್ ಫ್ರೆಂಡ್ಸ್ ಜೊತೆಗೆ ಹೋಗಲ್ಲ ಬಳ್ಳ ಹೊಡ್ತೋ പോയി ഏത് ഉണ്ടോ ಕೊಡಿ ಎಷ್ಟು ಇದಕ್ಕೆ 20 അങ്ങനെ ഒരു കൊക്ക എടുത്ത് കോൾഡ് വെള്ളം എടുത്തോ കോൾഡ് വേണ്ട നോർമൽ ഇട്ടാ കോൾഡ് വേണ്ട എടുത്തോ വെള്ളം എടുത്തോ പോയി ആ ഹെൽമെറ്റ് ഞമ്മൾದು എടുത്തോ ಹೆಲ್ಮೆಟ್ ಆಯ್ತು ನಮ್ದೇನ ಆಯ್ತಾನ ಬರ್ತೇನೆ ಬೈ ಬೈ ಗೈಸ್ നമ്മൾ റെഡി ആയതാ ഷൈ വണ്ടി ഷൈ ഗൈസ് വേണമെങ്കിൽ ഇപ്പളെ പൊട്ടിച്ചോ കൊക്ക വേണോ ഭയ്യ പൊട്ടിച്ചിന് റോട്ടിലേക്ക് അടിക്ക് ഞാൻ പിടിക്കാം എന്ത് ഇത് അങ്ങനെ തിരിച്ചിരി പൊട്ടിക്കാൻ ഇത് അതിന്റെ നിലത്തെ കുത്തിരി പൊട്ടിക്കുക മിഥില ഇതാണ് എക്സ്പീരിയൻസ് പൊട്ടിക്ക് റോഡ് സൈഡിൽ പൈസ കൊടുത്തിരുന്നെങ്കിൽ 20 രൂപ ഷായില് പോന്താ എർമൽ വാ അപ്പൊ കഴിച്ച് നമുക്ക് കൊക്കോ ടേസ്റ്റ് അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാം ഇനി നെക്സ്റ്റ് നമുക്ക് മടിക്കാം നെക്സ്റ്റ് ഷോപ്പ് പോലെ ഇവിടെ എടുക്കുന്നോ വരുന്ന വീട് നല്ല മഴ കൂട്ടിലിട്ട കോയിനെ പോലെ വെർക്ക് നോക്ക് ഇതൊരു വേറെ ഒന്ന് പീസാ നമ്മളൊരു നല്ല മഴ പുറത്ത് മയക്ക് വരുന്ന വയല് മയല് ബാക്കി അങ്ങനെ ഇപ്പൊ ഒരു ഷോപ്പിൽ കയറി ചായ കുടിച്ചോണ്ടുണ്ട് മോനെ മടിക്കലിന്റെ തണുപ്പും മയന്റെ തണുപ്പും എല്ലാം ഒക്കെ തന്നെ ഒരു ചായ ചായ വിത്തൗട്ട് ഷുഗർ കുടിക്കണം ജ്യൂസ് മാത്രം ഷുഗർ അല്ല ചായ വിത്തൗട്ട് ജ്യൂസ് ഷുഗർ ഗൈസ് മടിക്കേരി ട്രിപ്പ് മടിക്കേരി എത്തുന്നായിട്ട് പിന്നെ ഫ്ലോപ്പ് ആದ മാതിരി ഉണ്ട് റോഡ് ബ്ലോക്ക് ആയി അധികൃതരാ ഗൈസ് എല്ലാം പോയി ഗൈസ് എന്ത് ചെയ്യും ഗൈസ് ഫുള്ള് പോയി അല്ല എന്താ ഇപ്പൊ അപ്പുറത്തേക്ക് എടുക്കൂ ബൈക്കിനെ പൊന്തിച്ചിട്ട് എന്താ നേരെ ബാക്കിയായിതാ ಇದರಲ್ಲಿ ಕರೆಂಟ್ ಬರ್ಲಿಲ್ಲ ಅಲ್ಲ ಬರ್ತಿಲ್ಲ ಈಗ ಆಫ್ ಮಾಡಿದ್ವಿ ಈಗ ಏನ್ ಮಾಡುವುದು ಫೋನ್ ಮಾಡಿದ ಅವರು ಗೊತ್ತಿಲ್ಲ ನಮಗೆ ಗೊತ್ತಿಲ್ಲ ಯಾರಾದ್ರು ಮಾಡಿರ್ಬೋದು കറണ്ടിന്റെ ലൈനും പൊട്ടിയിട്ടുണ്ട് കറണ്ടിന്റെ ലൈൻ കാണുന്നില്ല ഇരുട്ടത്തൊന്നും കാണുന്നില്ല കറണ്ടിന്റെ ലൈനും പൊട്ടിയിട്ട് അതിലേക്ക് വീഴുന്നുണ്ട് ഇനിയിപ്പോ സമയം എടുക്കും മിക്കവാറും ഇവിടുന്ന് പോവാനും ആൾക്കാരൊക്കെ വന്നോണ്ടുണ്ടാ ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായ സംഭവം ഇതൊന്നും ആകാനല്ല നമ്മുടെ ബാ 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 ഉള്ളിലേക്ക് വാ ബാ ഇവിടെ ജാഗുണ്ട് ബാ കേറി കേറി വരുന്ന ട്രാസി വരുന്ന നമുക്ക് പോവാന്തമ്മോ നമുക്ക് ബൈക്കിലും കൊണ്ടുപോകാനല്ലേ നമുക്ക് എന്താ കട്ടാക്കാൻ എന്തെങ്കിലും
മഴ പെയ്തെങ്കിട്ട് ബാക്കിയോ നമ്മ താഴെ പോയിട്ട് കുറച്ച് ഗൈസ് മടിക്കേരി ട്രിപ്പ് ഞങ്ങൾക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തന്നെ തോന്നുന്നു നേരെ വരാൻ തോന്നുന്നു കംപ്ലീറ്റ്. അത് റീല് പോവാൻ കഴിയല്ലോ. ബൈക്കിന് ഊന്തിക്കൊണ്ട് കൊണ്ടുപോകാല്ലേ നമുക്ക് അപ്പുറത്തേക്ക്. എത്തല്ല ഇല്ല ബൈക്ക് മുട്ടുന്നില്ലേ? ബൈക്ക് മുട്ടുന്നത് എങ്ങനെ? അപ്പുറത്ത് കുണ്ടില്ല കൊണ്ടുപോവാ. ഇതിലെ കൊണ്ടുപോവാ നമുക്ക്. ഇത്ര ഗ്യാപ്പ് ഉണ്ടല്ലോ. പൊന്തിക്ക് ഒറ്റക്ക് പൊന്തിക്കോ. നമ്മളെ കൂട്ടത്തിലെ സൂപ്പർമാൻ ഒറ്റക്ക് പൊന്തിച്ചോ. ഞാൻ ഓർക്കത്തിന് ഇപ്പൊ ഏറ്റവും വലിയ സൂപ്പർമാൻ എന്നാ നിരിച്ചെങ്കിൽ നീ സൂപ്പർമാൻ എന്നല്ല. എത്തിക്കോ നീ എത്തുന്ന മിദ്ലാജ് എത്തുന്ന. നമുക്ക് മിദ്ലാജ് സൂപ്പർമാൻ ആയിട്ടാണ് നമ്മൾ കാണുന്നുള്ളത്. ഞമ്മ ചായ കുടിക്കാൻ നിർത്തിച്ചോണ്ട് ഞമ്മക്ക് ഒരു മിനിറ്റ് ഒന്നല്ല 2 മിനിറ്റ് ഞങ്ങൾ പാസ്സായത്. അല്ല 2 മിനിറ്റ് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഈ ഇൻസിഡന്റ് ഞങ്ങൾ നോയിപ്പോയി. ഞങ്ങളുടെ മഴ വന്ന കൊണ്ട് അവിടെ സൈഡ് ആക്കി ചാടിക്കാൻ. നിന്റെ മറ്റേ മലയാളം വേണം. നീ നിന്റെ വിടാല ഗൈസ്. അതായത് മരത്തിന്റെ ആളാ. ഫുള്ള് ലോഡ് മരം ഉണ്ട്. അയാൾ മുറിക്കുമെന്ന് തോന്നുറാ. അതെ വന്ന് മിഷീൻ വന്ന് അല്ലേ കൊടറാ പുക വന്ന് മിഷീൻ വന്നു തോന്നുറാ. നമ്മളങ്ങനത്തെ യുവാക്കൾ ഇങ്ങനെ മിസ്സാക്കാൻ കാലം നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടേ. നമ്മളെ നാട്ടിൽ മച്ചോ നമ്മളെ നാട്ടിൽ ഞമ്മ ഹെൽപ്പ് ചെയ്യണു. ഒരു സന്ദർഭഘട്ടം വരുമ്പോ ആർക്കും ഹെൽപ്പ് ആക്കണേ അമ്മോ. ഇപ്പൊ ഞമ്മ കാരണം ഇത്ര ആൾക്ക് വണ്ടി പോകാൻ പറ്റും. അമ്മ നേരാക്കിയെങ്കിൽ അതാണ് ഗൈസ്. ഒരു നന്മമരമായി നമ്മളാൾ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കണം. നീ എന്ത് പറയുന്നു? നമ്മ ഹെൽപ്പ് ചെയ്തെങ്കിൽ ബാക്കിയുള്ളവർ ഇതിൽ പോകും. എന്താ നമുക്ക് ഹെൽപ്പ് ആക്കാണ്ട് നമ്മളെ കയ്യിലില്ല. സൂപ്പർമാൻ എല്ലാരും ഒന്ന് ഏറ്റുപിടിച്ച നടക്കൂല. നീ ഇല്ലെങ്കിൽ നിന്നെ പന്തിന് എനിക്ക് എങ്ങനെ എത്തിക്കുന്നത്? ലൈന് കാണുന്നില്ല. ഇതിൽ കാണില്ല, ക്യാമറയിൽ കാണല്ലോ. ലൈന് ഫുള്ള് പോയിന്. ക്യാമറയിൽ ഇപ്പൊ കാണല്ലോ. ആൾക്കാരൊക്കെ വന്നോണ്ട് ഗൈസ്. നമുക്ക് റിട്ടേൺ അടിക്കാം. പിന്നെന്താ ചെയ്യുന്നത്? 7 കിലോമീറ്ററേ ഉള്ളൂ മടിക്കായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചായ കുടിച്ചിട്ട് ചിലപ്പോ മീത്തൊക്കെ എത്തി ബായിട്ട് വന്നിട്ടാവും സാറില്ല. ചിലപ്പോ നമ്മൾ കളിക്ക് പോട്ടെ. എന്തോ ഞന്നെ പോലത്തെ നല്ല ആൾക്കാരുണ്ടോണ്ട് മരിച്ചു പോയിനെങ്ക ഒന്നും പറയാം. ബാക്കി ഞങ്ങൾ എത്തി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ അടിക്കാം. നമ്മളെ രക്ഷപ്പെടുത്തിയത് കമ്പിണ്ടാ ഭയങ്കര റിസ്കാ. ആൾക്കാർ വന്ന് നമുക്ക് തോന്നി ഇപ്പൊ റെഡി ആക്കും. ഇവിടെ ഓരോരുത്തരുടെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. നോക്കിട്ട് അവർക്കാർക്ക് പോവാൻ കാലല്ലോ പുറത്ത്. മഴയില്ല ടൂളില്ല. ആരിലും ടൂളില്ല. എല്ലാ വണ്ടിയിലും ചോദിച്ചു. 2-3 ലോറിക്കാരുണ്ട്. ആരിലും വണ്ടി ടൂളില്ല. പോസ്റ്റ് മരം മറിഞ്ഞല്ലോ. മരം മറിഞ്ഞിട്ടാ പോസ്റ്റും പോയല്ലേ. അത് പോസ്റ്റ് പറഞ്ഞു എന്തെങ്കിലും വണ്ടി പോണെങ്കിൽ KCB-ന്റെ ഓർ പറഞ്ഞു, മരത്തിന്റെ ഓർ പറഞ്ഞു. എത്ര പണിയുണ്ട്. കേബിൾ വീണ മരം ബൈക്കിന് പോയി ഇറങ്ങിട്ടോ. ലൈന് വല്ല വല്ല വാ. ഗൈസ് ആടെ ഇത് മറിഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു മരം മുറിക്കുന്ന സാധനം ഉണ്ടല്ലോ, മിഷൻ, അതെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരാളെ ഒന്നിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെടുത്തുകൊണ്ട് പോയി ആ മരമൊക്കെ കട്ട് ചെയ്ത് വേണം ഞങ്ങൾക്ക് മടിക്കരി കയറാൻ. എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകും. സോ അത് വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ മിഷൻ എത്തിച്ചു കൊടുത്തു. ഞങ്ങൾക്കറിയാത്ത സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആരെങ്കിലും പരിക്കെല്ലാം പോയിട്ട് മിഷനെല്ലാം എടുത്ത് പിന്നീട് മിഷൻ പിടിക്കാൻ ഇയാളുണ്ടായ കൊണ്ട് പണി നടന്നു. ഇയാൾ ഏകദേശം മരമെല്ലാം കട്ടായി പോകുന്നുണ്ട്. ഞങ്ങൾ അപ്പുറത്ത്
മരം വലിച്ചുകൊണ്ടും പരിപാടി നടന്നുകൊണ്ടുണ്ട്. ആൾക്കാർ കുറേ ഉണ്ട്, നോക്കി നിൽക്കാൻ മാത്രം. ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമല്ല. അങ്ങനെ മറിച്ചിട്ട് റാസിയ അല്ല വ്ളോഗർ ഫോണാണ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞെത്തിയിരിക്കുന്നത്. ശൈല ഫൈനലി ഇങ്ങനെ പാഞ്ഞോണ്ടിരുന്ന അങ്ങനല്ല തുള്ളുന്നല്ലേ ബോളത്. ഒന്നൂടി മതിയാ എടുക്ക് ഓക്കെ. ചലിക്കുന്നോ എല്ലാം മയക്ക് ചണ്ടി നോക്കുക, ഓരോന്നിന്റെ കോലം നോക്കുക. ഫുള്ള് ചണ്ടി. നിന്റെ ബോഡിയിൽ നിന്ന് കാണിച്ച മസിൽ ഷോ കാണിച്ച മസിൽ ഷോ തമിഴ് ഷൈല മസിൽ ഷോ കാട്ടിക്കാൻ പറയും. എല്ലാം ചളിച്ച് പറക്കുന്നുണ്ട് നോക്കുക. ഇനിയും പോവാനുണ്ട് ഒരു 50-60 കിലോമീറ്റർ. മയക്ക് ചണ്ടിയാ, എന്നിട്ട് വണ്ടി പോകും നോക്കല്ല. ഇനി മയക്ക് പോവാനുണ്ട് ചങ്ങായി, പരുക്കന് എത്ര ഉണ്ട്. മടിക്കരി പോയി, മടിക്കരി റിട്ടേൺ ഞങ്ങൾ തിരിച്ച്. ഞാനിപ്പോ പരുക്ക് പോകുന്നത് പോക്ക് ഫുഡ് കഴിച്ചിട്ടാ പോകുന്ന പോക്കിൽ ഫുഡ് കഴിക്കണം. അപ്പൊ ഗൈസ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ ഗൈസ് എല്ലാവരും ഒരു ബൈ. ഒരു ബൈ പറയും. ഒരു ബൈ സ്റ്റോപ്പ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയി നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ. വീണ്ടും വരുന്നു. വീണ്ടും വരുന്നു.